സമയത്ത് കറങ്ങാൻ പോവാണ് നമ്മള്. തുമ്പി നമ്മൾ എവിടെയാ പോണ്? നമ്മള് കാങ്കിൾ പോവാം. എവിടേക്ക്? ഒരാൾ ആന കാണാനും അപ്പൊ ഞങ്ങൾ ആന കാണാൻ പോവാണ് ഗൈസ്. അല്ലു ബേബി എവിടേക്കാ പോണെന്ന് വെച്ച് പാലക്കാട് എക്സിബിഷൻ. അപ്പൊ ഞങ്ങള് പാലക്കാട് ഗുണ കേവാ പോണത്. ഒരാൾ കാണാൻ അല്ലു ബേബി എവിടേക്കാ പോണത്? അല്ലു ബേബി എവിടേക്കാ പോണ്? പാലക്കാട് പറ. പാലക്കാട് നീതിക്കുട്ടി എവിടെ? ഞാൻ വരുമ്പോ കണ്ടു ആന ഈ ഗ്രൗണ്ടിന്റെ ഉള്ളില്. ആന ഇവിടെയല്ല മോനെ, അവിടെ അവിടെയാണ് ആനകത്ത്. അതാണ് അവിടേക്ക് പോകണം അയ്യാൻ പറ്റും. തുമ്പി കണ്ടാ കൈ വണ്ടി എന്റെ മോൻ കണ്ടില്ലേ? ഹലോ ഗേസ്, അപ്പോൾ നമ്മളെല്ലാവരും കൂടി പാലക്കാട് ഒരു എക്സിബിഷന് പോവുകയാണ്. ഗുണ കേവ് ആണ്. അവിടെ ഗുണ കേവിൻ്റെ എല്ലാ സെറ്റിങ്സും ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പോയി കാണാൻ പോവാണ്. അപ്പോൾ എല്ലാ കുട്ടീസൊക്കെ ഒട്ടിക്കൂടി സന്തോഷത്തിലാണ് ഗേസ്. അപ്പോൾ അവിടെ പോയി ഇവരെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യമാണ് ഏറ്റവും വലിയൊരു പാട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇവിടെ വന്നിട്ടുണ്ടവരെയും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ആ പാലക്കാട് എത്തി. വണ്ടി അവിടെ പാർക്ക് ചെയ്തു. അവിടെ നിന്ന് നടന്നു പോകാമെന്ന് പറഞ്ഞാൽ, കാരണം നല്ല തിരക്കായിരിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗേസ്. അപ്പോൾ കുട്ടീസൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. വീഡിയോ കാണാം. ഹലോ ഗൈസ്, ഞങ്ങൾ ഗുണ കേവ് കാണാൻ വന്നേക്കുവാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് നല്ലൊരു ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. നമ്മുടെ അമ്മ അച്ഛൻ. അപ്പോൾ അവിടെ കാണാൻ പോകണമെങ്കിൽ ആരെയും എടുക്കില്ല, നടക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ ഋതുക്കുട്ടിയും തുമ്പിക്കുട്ടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷത്തിലാണ് ഗൈസ്. അപ്പോൾ ആ ഒരു രാത്രി ആയതുകൊണ്ട് ഇവിടെയൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ പാലക്കാട് നമ്മൾ സ്റ്റേഡിയം സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട്. ഇവിടെ നല്ല സ്പേസും ഉണ്ട്. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു വൈബായിരുന്നു ഈ ഒരു സമയത്ത്. അപ്പം ഏകദേശം ഒരു 3 മണി തൊട്ട് വെക്കേഷനൊക്കെ ആയപ്പോൾ ഒരു 3 to 9 വരെയാണ് ടൈം കേട്ടോ. ശരിക്കും നമ്മൾ നേരത്തെ വരണം, എന്നാലേ നമുക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം കുറേ നടന്ന് കാണാനുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 3 വയസ്സിന് മുകളിലുള്ളവർക്ക് മുതലാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. 120 രൂപയാണ് കേട്ടോ നമുക്ക് ടിക്കറ്റ്, ഒരു ടിക്കറ്റിന് 100. അപ്പോൾ ഞങ്ങൾ മൊത്തം 9 പേര്, അതായത് വസുവും തെച്ചുവിനൊക്കെ നമുക്ക് ടിക്കറ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർത്ത് 9 പേരാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പേടിഎം വഴി മീൻസ് ഗൂഗിൾ പേ ചെയ്യുന്നവർക്ക് ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്, അല്ലാതെ ക്യാഷ് കൗണ്ടർ വേറെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. അവർ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി ഞങ്ങൾ ടിക്കറ്റ് എടുത്തു, 9 ടിക്കറ്റ് എടുത്തു കേട്ടോ. അങ്ങനെ ഇവിടെ വന്നു കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ അനിയനും അതും വരുന്നതേ ഉള്ളൂ. അപ്പോൾ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം, കാരണം അവർക്കുള്ള ടിക്കറ്റും കൂടി ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് അകത്ത് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പം ഇതാണ് നമ്മൾ കയറുന്ന എൻട്രൻസിൻ്റെ ഭാഗം. അപ്പോൾ ഇവിടെ ഗുണ കേവ് എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എവിടെയാണ് ഗുണ കേവ്? നമ്മുടെ കുട്ടീസൊക്കെ അതിനകത്ത് കയറാൻ വെയിറ്റ് ചെയ്തിരിക്കണേ. മാമനെ എന്താ കാണാത്തതെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് വസുക്കുട്ടിയൊക്കെ. അപ്പോൾ നമ്മുടെ അല്ലി ബേബിയും കുഞ്ഞിപ്പെണ്ണും കൂടി ഇത് ഇന്നമ്മയുടെ വടിയിലിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അവരെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കയറാം. 9 പേര്, 9 പേര്. അതാ 1, 2, 3, 4, 5. അങ്ങനെ നമ്മളിവിടെ തുടക്കം സ്റ്റാർട്ടിങ് ആണ്. ജസ്റ്റ് ഇതിൽ കൂടെ ഇങ്ങനെ നടന്ന് കുറച്ചിങ്ങനെ നടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കുട്ടീസൊക്കെ പിന്നെ ഓട്ടോ അയച്ചിട്ട് തിരക്കുള്ളത് കൊണ്ട് അവർ ആരെയും വെയിറ്റ് ഒന്നുമില്ല. നമ്മുടെ തുമ്പിക്കുട്ടിയൊക്കെ പറഞ്ഞാൽ കേൾക്കാതെ ഓടലാണ് കേട്ടോ. ഋതുക്കുട്ടിയും വസുവും തെച്ചും എല്ലാവരും കൂടി ആയപ്പോൾ നമുക്ക് എല്ലാവരെയും പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ ഓടുമായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ പുറകെ നടന്നു. നമുക്ക് അതിന് വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു ഇതിൽ അവരെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് വീഡിയോ ഒന്നും അങ്ങനെ എനിക്ക് അങ്ങനെ മര്യാദയ്ക്ക് എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അമ്മേനെ ഫ്രണ്ടിൽ വിട്ടിട്ട് അമ്മയുടെ ഒപ്പം പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. തുമ്പിക്കുട്ടി ഓടുകയാണ് ഫ്രണ്ടിൽ. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗുണ കേവിലേക്ക് കടന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണണം കേട്ടോ. കാണാത്തവർക്ക് കാണാമല്ലോ. நம்ம கவர்மெண்ட் ரெக்கார்ட்ல மட்டும் இது வரைக்கும் 13 பேர் உள்ள வந்திருக்காங்க.
சாத்தானின் சமையலறை வெள்ளக்காரன் வச்ச பேரு அவன் வந்து சும்மா வைப்பானா? அப்புறம் சமசாரி வந்து பணம் எடுத்து விட்டா அப்புறம் தான் குணக்கேவன் ஆச்சு. ஏன் பயப்படுறீங்க? நீங்க யாரும் இறங்க மாட்டீங்களா? என்ன முடியல? என்ன சார் இப்படி നോക്ക് മേലെ മേലെ നോക്ക് അല്ലി അച്ഛ വെച്ച് നിധി കുട്ടി ഇതെല്ലാം കണ്ടിങ്ങനെ അന്ന് വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തുണി. അതാ அந்த இடத்தோட உண்மையான பேர் என்ன தெரியுமா? നല്ല തിരക്കായതുകൊണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ കുറച്ച് പരിമിതികളുണ്ടായിരുന്നു. കാരണം കുറേ പേര് വെയിറ്റ് ചെയ്യണം, നമ്മളിത് നടക്കുന്ന വഴിയൊക്കെ ആയതുകൊണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ. കാരണം അങ്ങനെ ഫോട്ടോ എടുക്കേണ്ട ഒരു നമുക്കങ്ങനെ സമാധാനത്തിലൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് നല്ല ഫോട്ടോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. അത് ഈ സിനിമ കണ്ടവർക്കേ സത്യം പറഞ്ഞാൽ അറിയുള്ളൂ. ഈ സിനിമ കണ്ടവർക്കാണ് ഇവിടെ വന്ന നല്ലൊരു ഫീൽ എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ആ സിനിമ കാണാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും കഥ അറിയാം കേട്ടോ. அந்த இடத்தோட உண்மையான பேர் என்ன தெரியுமா? അങ്ങനെ അല്ലുവിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്താന്ന് പറയുമ്പോൾ അല്ലു നിൽക്കുന്നില്ല കേസ്. അങ്ങനെ കുട്ടീസിനൊക്കെ നിർത്തണമെങ്കിൽ ഭയങ്കര പാടാട്ടോ. എങ്ങനെയൊക്കെയോ നിർത്തി 2 ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് നിർത്തിയതാണ്. അങ്ങനെ ഗുണക്കേവിൻ്റെ ഈ ഒരു പാട്ട് ഇവിടെ കഴിഞ്ഞു. അടുത്ത പാട്ട് നല്ല ലൈറ്റിംഗ് ആയിട്ടൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് കേട്ടോ. അപ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സ്നോ വേൾഡാണ്. അടിപൊളിയായിരിക്കും, ഇതിനകത്ത് മഞ്ഞും കരടിയും ഒക്കെ ആയിട്ട്. അപ്പോൾ വീഡിയോ കാണാം. ഇപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് ഈ കളർഫുള്ളൊക്കെ കണ്ടപ്പോൾ ആളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കരടീനെയൊക്കെ കൈകൊണ്ടൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കരടീനെയൊക്കെ കണ്ടിട്ട് കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണ് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എന്താ സംഭവം എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്ഭുതത്തോടെ.
ഇതുവോ എന്താ അത് എന്താണ് ചെന്നായിയാ? എന്താണ് വെച്ചു ഇതെന്താ? ഓ അവിടെ പോയി പറയും വീഡിയോ പൊക്കി കൊടുക്കും. ചിലപ്പോ തൊടായിക്കില്ല അവര് ചീത്ത പറയും. മതി. അങ്ങനെ നമ്മൾ സ്നോ വേൾഡ് കഴിഞ്ഞു. അടുത്ത സെക്ഷൻ നമ്മൾ കാണാൻ പോകുന്നത് മിറാക്കിൾ ഗാർഡനാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ അടുത്തത് മിറാക്കിൾ ഗാർഡൻ. നിറയെ ഫ്ലവേഴ്സ് കൊണ്ട് അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടി. ഇവിടെയും ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര രസമായിരിക്കും എടുത്താൽ. നമുക്ക് കുട്ടീസിനെയും കൊണ്ടൊന്നും അങ്ങനെ ഫോട്ടോ എടുക്കാറുണ്ടോ അതീതി ഇവർ ഓടുന്നതുകൊണ്ട് പുറകെ നടക്കലായിരുന്നു കേസ്. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഒരു വീഡിയോ എടുത്തിരിക്കുന്നു. എന്തായാലും നല്ല രസമുണ്ട്. പോകാത്തവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോകണം കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഫുള്ള് ഫ്ലവറാണ്. ഇവന് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ ഫ്ലവർ കൊണ്ടുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളുമാണ്. അപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് നമ്മളിവിടെ നിർത്തി കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് ഇരിക്കുന്നുണ്ട് കേട്ടോ. നിധി അതെ അവിടെ തന്നെ വെക്ക്. അയ്യോ നിധിക്കുട്ടി അടുത്ത് കൂടുന്നത്. എല്ലാം ഈ പ്ലാസ്റ്റിക് കൊണ്ടുള്ള പൂവുകളാണ് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് തൊട്ടപ്പോഴത്തേക്കും ഒരു പൂ വന്നു. അതുപോലെ ദിച്ചൂസും തൊട്ടപ്പോഴത്തേക്കും ഒരു പൂ വന്നു. ഞാൻ അതിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ കുത്തി വെച്ചിട്ടോ. കാരണം പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി സെറ്റിങ്സ് ആണ് കൂടുതലും എല്ലാം അവിടെയും റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. കണ്ടാൽ തന്നെ നല്ലൊരു രസമാണ് ഇതിനകത്ത് വരുമ്പോൾ. അപ്പം നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് കുതിരയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കുതിരേനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മുത്തുമണി കേട്ടോ. ഒറിജിനൽ പൂവിനേക്കാളും വെല്ലുന്ന പൂക്കളാണ്. നല്ല രസമാണ്. നമുക്ക് തോന്നി. അപ്പോൾ ഒരു ഏട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു ഫാമിലി ഫോട്ടോ എടുത്തരാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഗുണ കേവ് കഴിഞ്ഞ് പകുതിയായപ്പോൾ തന്നെ കുട്ടീസിന് വിശപ്പാണെന്ന് പറഞ്ഞൊരു ബഹളമായിരുന്നു. പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ചുകൊണ്ട് സ്നാക്സൊന്നും ബാഗിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭയങ്കര ഡിറ്റൂസിനായിരുന്നു ഭയങ്കര വിശപ്പ്. ഭക്ഷണം വേണം അതൊന്നും കുട്ടി അങ്ങനെ അവിടെ നിന്ന് അവർക്ക് പൊക്കോണൊക്കെ മേടിച്ച് കൊടുക്കും. അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ഐസ്ക്രീം വേണം പറഞ്ഞിട്ടുള്ള കരച്ചിലാക്കി. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളും ഓരോ ഐറ്റംസ് മേടിക്കാനുള്ള പർച്ചേസിങ് ആണ്. ഞങ്ങൾ പിന്നെ അവിടെ ഒന്നും നിർത്തിയില്ല. അതാണ് വീഡിയോയിൽ കാണാത്തത്. കാരണം ഓരവിടെ നിന്ന കുട്ടീസ് എല്ലാം വേണമെന്ന് പറയാം. അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് അവിടെ നിന്നപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഇവർ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് കൈ കൊണ്ടൊക്കെ ഇങ്ങനെ കാണിച്ചപ്പോൾ കുഞ്ഞിപ്പെണ്ണ് കുറച്ച് ഐസ്ക്രീമൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ വേറെ എവിടെയും നിന്നില്ല. ഓരോ സാധനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ അവിടെ എത്തുമ്പോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ. ഞങ്ങൾ അവിടെ നിന്ന് കണ്ണും പൂട്ടി ഒരു നടത്തായിരുന്നു കേസ്. അങ്ങനെ ഐസ്ക്രീമും സ്നാക്സൊക്കെ മേടിച്ച് കൊടുത്തിട്ട് അവിടെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. അപ്പോൾ വസുക്കുട്ടീനെ ഗെയിമിനെ അറ്റൻഡ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞ് ചേർത്തിട്ടുണ്ട്. വീഡിയോ കാണാം. അതിൽ തന്നെ ഇടണ്ടേ? അതിൽ തന്നെ ഇവിടെ 6 5 വിട് 5 ഓ 2 3 ഓ വെരി ഗുഡ്. പോയാ 6 12 13 13 3 16 17 18. ഓ ദാ വസുക്കുട്ടിക്ക് സമ്മാനം അടിച്ചു. ഒരു ഉത്സവത്തിന് പോയിട്ട് ഗെയിം ഇതുപോലെ വിൻ ചെയ്തപ്പോൾ എല്ലാവിടെ പോയാലും ഇങ്ങനെയുള്ള ഗെയിം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്നും കൂടി നോക്കി. പക്ഷേ ഇത് ഭയങ്കര ദൂരമായതുകൊണ്ട് അവനെ ഇട്ടിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വസുക്കുട്ടിക്ക്. ഉണ്ണിക്ക് വിട്ടു. ഉണ്ണി ഇട്ട് നോക്കി പറ്റിയില്ല. അങ്ങനെ ഏട്ടൻ നോക്കി ഏട്ടനും പറ്റിയില്ല കേസ്. അടുത്ത ഗെയിം എന്ന് പറയുന്നത് ഈ ബോൾ കൊണ്ട് നമ്മൾ ആ ക്ലാസ്സിന് തട്ടിയിട്ടാലൊരു സമ്മാനം കിട്ടുന്നതാണ്. അത് നോക്കിയപ്പോൾ അത് നടന്നില്ല. ഏട്ടൻ വിചാരിച്ച ഏട്ടന് കിട്ടുന്നത്. ഏട്ടൻ നോക്കിയപ്പോൾ അത് പറ്റിയില്ല. അനിയന് നോക്കിയാൽ അനിയനും കിട്ടിയില്ല കേസ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ഇനി
അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഗെയിമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടീസിന് ഇനി ഏതെങ്കിലും കളിക്കാനിരുത്താന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കണം. അവർക്ക് പറ്റിയൊരു ഐറ്റം വേണമല്ലോ. അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നോക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗെയിംസ്. ഇപ്പോൾ ഇവിടെ നിറയെ കുറേ ഗെയിമും കാര്യങ്ങളും നമുക്ക് കയറുന്നതൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് അതിലൊക്കെ കയറാൻ ഞങ്ങൾക്ക് പേടിയായതുകൊണ്ട് ഞങ്ങൾ അതിലൊന്നും കയറിയില്ല. പിന്നെ കുട്ടീസൊക്കെ ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്, എവിടെയാണ് പോകേണ്ടത് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ട്രെയിനിൽ കയറാനുള്ള തീരുമാനമാക്കിയത്. അങ്ങനെ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി ഒരിക്കൽ ട്രെയിൻ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കഴിഞ്ഞാൽ ഇവർക്ക് കയറാൻ പറ്റും. അപ്പം ട്രെയിനിൽ കയറാനായിട്ട് പോകണം. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും നമ്മൾ ചോദിച്ചപ്പോൾ ഞാനില്ല, ഞാനത് പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബസ്സും തെറ്റും തുണ്ടിയും കേട്ടോ. നമുക്ക് ടിക്കറ്റ് ഇല്ല. അങ്ങനെ കയറിയത് ഋതുക്കുട്ടിക്ക് ഏറ്റവും പുറകിലാണ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഋതുക്കുട്ടി നേരെ പുറകിൽ വന്നു കേട്ടോ. അങ്ങനെ മഞ്ജുവും നമ്മുടെ അല്ലി ബേബിയും ഋതുക്കുട്ടിയും കൂടി പുറകിലാണ് ഇരുന്നത്. ഫ്രണ്ടിൽ നമ്മുടെ തുമ്പിക്കുട്ടിക്ക് ഫ്രണ്ടിൽ തന്നെ കാരണം വസുക്കുട്ടി കയറിയിരുന്നത് ആൾ പിണങ്ങിയിട്ട് കയറാതെ ഇരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് അവർക്ക് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. കുറേ നമ്മൾ പറഞ്ഞ് അങ്ങനെ ഒരുവിധം സമ്മതിച്ച് രണ്ടുപേരും കൂടി ഇരിക്കാന്നുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട് കേസ്. അങ്ങനെ നമ്മുടെ തുമ്പിക്കുട്ടിയും ദച്ചൂസും കൂടിയിട്ടാണ് ഇതിനകത്ത് ഇരിക്കുന്നത് കേട്ടോ. ടാറ്റാ ടാറ്റാ ബൈ ബൈ പറയൂ. ബൈ പറയൂ. സാരഥികൾ പോണ് കേട്ടോ. തുമ്പിക്ക് ഒരു പേടിയില്ല കേട്ടോ. അവിടെ അതന്നെ പറഞ്ഞത് തുമ്പിക്ക്. ഇതിന് ഇഷ്ടപ്പെട്ടുട്ടാ നമ്മുടെ തുമ്പിക്കുട്ടി ആൻഡ് ദച്ചൂസ്. ഹായ് ബൈ. ടാറ്റാ ടാറ്റാ. എൻട്രൻസിൽ എത്രയാ? എൻട്രൻസ് 120 രൂപ. ഇത് ടാറ്റ പറ ടാറ്റ പറ. അങ്ങനെ ഈ ഒരു ട്രെയിൻ യാത്ര എന്തായാലും അടിപൊളിയായിരുന്നു. എൻജോയ് ചെയ്തു കേട്ടോ. നമ്മുടെ ഋതുക്കുട്ടി അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെങ്കിലും അവിടെ നിന്നതൊക്കെ കഴിഞ്ഞ് ഇനി നേരെ പോവുകയാണ്. ഇനി അധികം നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല കേസ്. കാരണം ബാക്കിയുള്ളതിലൊക്കെ ഇരിക്കണം എന്ന് പറയുകയാണ്. ഒന്നിൽ നമുക്ക് 60 രൂപ 120 രൂപ അങ്ങനെ നല്ല റേറ്റാണ് കേട്ടോ എല്ലാത്തിലും ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വേറെ ഒന്നും നോക്കില്ല കേസ്. അവിടെ നിന്ന് ഞങ്ങൾ വേഗം ഇറങ്ങി. അപ്പം ഇതാണ് ഗുണകേവിലെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞവരും പോയവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേസ്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ.